നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മോർത്താന പ്ലാന്റിൽ വെച്ചാണ്. താറിങ്ങിൻ്റെ പണി തന്നെയാണ് ഇന്നും. ഇപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് താർ മിക്സ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ താറിങ് വർക്ക് എന്ന് പറയുന്നത് ആരിക്കാടി അണ്ടർപാസിൻ്റെ മോഡലായിട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇത് അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ താറിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരിക്കാടി അണ്ടർപാസിനടുത്തായിട്ടാണ്. നമ്മുടെ മുന്നേ എല്ലാ വണ്ടികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കുമാർജിയൊക്കെ നേരത്തെ തന്നെ എത്തി. അപ്പോഴേ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇന്നൊരു കാലതാമസം ഇല്ലായിരുന്നു. നമ്മുടെ ബിബിയാട്ടൻ്റെ വണ്ടിയൊക്കെ ഇതാ തട്ടി ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുമാർജി അതാ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. മൂപ്പറുടെ വണ്ടിയാണ് ഇനി തട്ടേണ്ടത്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ നമ്മുടെ പേപ്പറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. നമ്മുടെ കുമാർജി അതാ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ബിനീഷാട്ടനും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയാണ്. ഇനി നമ്മുടെ മുരളിയാട്ടൻ്റെ വണ്ടിയാണ് അടുത്ത വെക്കേണ്ടത്. എമേഷൻ വണ്ടി എമേഷനൊക്കെ അടിച്ചതാ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. എല്ലായിടത്തും രാവിലെ തന്നെ നല്ല പിടുത്തം വിട്ട പരിപാടിയാണ്. ഇതാ ഫുള്ള് വണ്ടിയൊക്കെയാണ്. നമ്മുടെ മണിയാടൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞ് ഇതേ വരുന്നുണ്ട്. നമ്മുടെ സെന്റിന്റെ വണ്ടിയാണ് ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. കുമാർജിയൊക്കെ ഇവിടെ പിടുത്താൻ പോയിട്ട് എന്തോ ചർച്ചയിലാണ് കേട്ടോ. നമ്മുടെ പണി ഇതാ ഇവിടുന്ന് നല്ല സ്പീഡിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ വരുമ്പോൾ നമ്മുടെ പേപ്പറൊക്കെ സെറ്റാക്കി വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ തന്നെ മൊത്തം പരിപാടി നല്ല സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ദൂരം നമുക്ക് ഇത് താർ ചെയ്യാനുണ്ട് കേട്ടോ. അതാ ഇത്രത്തോളം ദൂരം നമുക്ക് താർ ചെയ്ത് പോകണം. നമ്മുടെ വണ്ടിയുടെ ഊഴമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ ഇത് നിതിൻ സി. അപ്പോൾ നമ്മൾ ലോഡ് കട്ടി തുടങ്ങി കേട്ടോ. നമ്മുടെ പ്രജിലാട്ടെന്ന് ആ പേപ്പറിൻ്റെ സൈലായിട്ട് നിൽപ്പുണ്ട്. എല്ലാ പണിക്കാരും നല്ല കാര്യമായിട്ടുള്ള പണിയിലാണ്. നമ്മുടെ പരിപാടിക്ക് ഒരു തടസ്സമില്ലാണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് ആരിക്കാടി അണ്ടർപാസിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ താർ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പണിക്കാരും ഇതാ നല്ല ആക്റ്റീവാണ്. നമ്മുടെ പണിയിൽ ഇന്ന് ഒരു കാര്യത്തിലുള്ള തടസ്സങ്ങളുമില്ല. പണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ആരിക്കാടി അണ്ടർപാസിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ താർ ചെയ്യുന്നത്. സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട് കേട്ടോ. സൂര്യനങ്ങനെ ഉദിച്ചുയർന്ന് വരുന്നുണ്ട്. നമ്മുടെ റോളർ കൂട്ടന്മാർ നിരനിരയായി ചാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലോഡ് കഴിഞ്ഞു. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡോർ ഇങ്ങനെ പിടിച്ചു വെക്കണം. അപ്പോൾ ജസ്റ്റ് ഡോറൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഇട്ടത്.
അപ്പം നമ്മുടെ ലോഡ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ദിനേശ് ചേട്ടനത് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോഡ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ സൂണൻ. അപ്പൊ നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിട്ട് ഇതാ നമ്മുടെ മോർത്താന പ്ലാന്റിലോട്ട് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എമസൺ അടിച്ച് വരുന്നുണ്ട്. നമ്മുടെ എമസൺ വണ്ടി ഫ്രണ്ടിലായിട്ട് ഇതാ എമസൺ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിജുവാട്ടന്റെ വണ്ടിയൊക്കെ ഇത് അവിടുന്ന് താട്ടുന്നുണ്ട്. അപ്പൊ അജയ് ചേട്ടനും ടീമൊക്കെ ഇത് അവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ മൊത്തം വേസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പുതുതായിട്ട് വേസ്റ്റ് ഒക്കെ ചാടി. ഇവിടെ മാത്രമല്ല, ഇത് ഇവിടെയൊക്കെ ക്ലിയർ ആക്കിയതാണ്. ഇവിടെ പുതിയ വേസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഈ ആളുകൾ ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഇങ്ങനെ ശരിയാക്കി പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ക്ലിയർ ആക്കി ചാക്കിലാക്കി വെച്ചാണ് വേസ്റ്റൊക്കെ. എന്നിട്ടും അതിന് പുറമെ ആയിട്ട് വീണ്ടും വേസ്റ്റുകൾ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്നു. റോഡിലൊക്കെ മൊത്തം മൈലുകളാണ്. അപ്പൊ നമ്മള് നമ്മുടെ പ്ലാന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനൊക്കെ നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നായി വടിയായന കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാന്റിലോട്ട് ഇതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഒരു ലോഡ് തട്ടി. നമ്മുടെ പ്ലാന്റിലേക്ക് പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ലൊരു വിശാലമായ സ്ഥലമാണ്. ഇനിയിപ്പോ നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. അധികം ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. മൊത്തം സ്റ്റീൽ ഫാക്ടറിയും പ്ലൈവുഡ് ഫാക്ടറിയും അതുപോലെ തന്നെ ആണി കമ്പനിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പൊ നമുക്കിനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. നമ്മുടെ നിതിൻ സേബിയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ച് രണ്ടാമത്തെ ലോഡായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. നമ്മളിങ്ങനെ പോയി ഏതാണ്ട് മോർത്താന എത്താറായി. അപ്പൊ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ പോയി ഷിറിയ പാലത്തിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ഗ്രേഡർ GSP ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ താറിങ്ങിന്റെ പരിപാടികൾ പുരോഗമിക്കുന്നുണ്ട്. നമ്മളെ PTR ഒക്കെ വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ ദൂരെയായിട്ട് നമ്മുടെ താറിങ്ങിന്റെ പരിപാടിയൊക്കെ നമുക്ക് കാണാം. നമ്മുടെ താറിങ്ങിന്റെ പരിപാടി ഇത്രത്തോളമായി. നമ്മുടെ റോളർ കുട്ടന്മാരൊക്കെ വരിയായിട്ട് അടിച്ചു പോകുന്നുണ്ട്. ബിജുവാടന്റെ വണ്ടി എത്തി. നമ്മളെ ലോഡൊക്കെ തട്ടി നമ്മളിതാ വീണ്ടും അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിലോട്ട് പോവാണ്. താറിങ് ഇത്രത്തോളം എത്തി കേട്ടോ. പെൻഡിങ്ങിൽ വേറെ വണ്ടിയൊന്നുമില്ല. ഇനിയിപ്പോ നമ്മുടെ ബിജുവാടന്റെ വണ്ടി കൊണ്ടുപോയി തട്ടണം. ഇനി വേറെ വണ്ടി വരണം. അപ്പൊ നമ്മളിങ്ങനെ പോവാണ്. റോളറൊക്കെ പിറകിലായിട്ട് ഇവിടെ അടിച്ചു വരുന്നുണ്ട്. സംഗതിയൊക്കെ മൊത്തം മാറി. ട്രെയിനൊക്കെ വരുന്ന കാഴ്ച നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പൊ റോഡിലെ സൈഡിലുള്ള റെയിൽവേന്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ മാറ്റി അവിടെ വർക്കൊക്കെ നടക്കുകയാണ്. ഇപ്പൊ മൊത്തം ട്രെയിനൊക്കെ കണ്ട് നമുക്ക് ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. നമ്മൾ ഉപ്പള പാലത്തിന്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഒസങ്കടി എത്തിയിട്ടുണ്ടേ. ഒസങ്കടിയൊക്കെ നല്ല വെയിലാണിപ്പോ. നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് വെയിലിനൊക്കെ. നമ്മളിതാ നമ്മുടെ പ്ലാന്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മള് പ്ലാന്റിലെത്തിയേ. അപ്പൊ ഇതാ നമ്മുടെ നിശാന്ത് ഏട്ടന്റെ വണ്ടി ലോഡാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലിജി ചേട്ടന്റെ വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്.
അപ്പോൾ നേരെ ദൂരെയായിട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ JCBയും ലോഡറൊക്കെ നല്ല പിടുത്തം വിട്ട വർക്കിൽ തന്നെയാണ്. ഞങ്ങളിതാ മൂന്നാമത്തെ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിതിന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. പുറത്ത് അതിതീവ്രമായ വെയിലാണ്. അപ്പോൾ അതെ നമ്മള് നമ്മുടെ താറിങ്ങിന്റെ സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതാ PTRഉം അതേപോലെ റോളറൊക്കെ ഇങ്ങനെ നേരെയായിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുമ്പളമുള്ള ഹനുമാന്റെ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് ഇപ്പൊ താറിങ് എത്തി നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിലായിട്ട് ഇതാ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പെൻഡിങ്ങിലുണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ചൂടാണ്. നമ്മുടെ കുമാരനൊക്കെ ഇതാ ഇവിടുന്ന് കൈകാടുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വണ്ടി വന്ന് ഇപ്പൊ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് പോയിട്ട് ക്യൂവിൽ വെയിറ്റ് ചെയ്യും. നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് വരുന്ന വണ്ടിയും അതേപോലെ തന്നെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ. നമ്മുടെ ഹനുമാന്റെ അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടില് ഇവിടെയാണ് ഇപ്പൊ താറിങ് നടക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇതാ ഇവിടെ വന്ന് കിടപ്പുണ്ട്. പിറയിലൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ലോഡ് തട്ടണമെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള 5 വണ്ടി ഒഴിവാണം. എന്നാലാണ് നമുക്ക് അടുത്ത വണ്ടി ലോഡ് തട്ടാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ അരുണുണ്ട് ഇങ്ങനെ ഓരോരോ ക്രാഷ് ബാരിയറുകൾ എടുത്തിട്ട് വഴിയൊക്കെ ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഇവിടെയൊക്കെ നമുക്ക് താറിയാനുള്ള സ്ഥലം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം പരിപാടി കളറാണ്. ഓരോ വണ്ടികളായിട്ട് തട്ടി വരുന്നുണ്ട്. നമ്മുടെ ഹനുമാൻ അമ്പലത്തിലോട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ ചൂടായാലും ഈ പൊരി വെയിലായാലും ഈ അമ്പലത്തിലോട്ട് ഒരുപാട് ഭക്തന്മാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് കുമ്പളയുള്ള നമ്മുടെ ഹനുമാൻ അമ്പലമാണ്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ താറിങ് നടക്കുന്നത്. ഇത് നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ പിടുത്തം വിട്ട പണിയാണ്. ഫുള്ള് വണ്ടികളെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പിണറായിയുടെ വണ്ടി ഇവിടെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് പിണറായിൻ്റെ ഒരു വിവരം ഇല്ലായിരുന്നു. ആക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ കുടിവെള്ളവുമായിട്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വത്തക്ക വെള്ളമാണ്. അപ്പൊ ഈ ചൂടത്ത് ഇതാണ് മെയിനായിട്ടുള്ളൊരു ആദ്യം കേട്ടോ. നമ്മുടെ ധനീഷ് ചേട്ടനാണ് ഇപ്പോൾ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പണീൻ്റെ ഇടക്ക് ഇതാ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇല്ല ഈ ചൂടത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടി തട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ചേട്ടൻ എന്താ ഇവിടെ നിൽപ്പുണ്ട്. ഇതിലൂടെ പോകുന്ന എല്ലാ വണ്ടിക്കാരും ഈ ഹനുമാൻ അമ്പലത്തിൽ കയറിയിട്ടാണ് പോകാറുള്ളൂ. ഇവിടെ ഒരു കോട്ടയൊക്കെ ഉണ്ട്. ഇത് ആര്യക്കാടി ഹനുമാൻ അമ്പലമാണ് കേട്ടോ. അപ്പം നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു. ദൈവം ഫ്രണ്ടിലായിട്ട് നമ്മുടെ ബിജുവാടൻ്റെ വണ്ടി ഇതാ ലോഡ് കെട്ടാൻ വേണ്ടി വെക്കുകയാണ്. നമ്മുടെ കുമ്പളപ്പാലം അതിനടുത്താണ് നമ്മളിപ്പോൾ താറിയുന്നത്. ഇപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ പുതിയ പാലവും ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൻ്റെ താറിങ് പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മുടെ ലോഡ് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഇതാ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്.
മൊത്തം നിരയായിട്ട് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മുടെ അടുത്ത വണ്ടി എത്തി. നമ്മുടെ മുരളിയേട്ടന്റെ വണ്ടി ഇതാ ലോഡുമായി വന്നിട്ടുണ്ട്. റോളറൊക്കെ നല്ല തകൃതിയായിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഇറ്റാച്ച് ചെയ്താ ടൈലറിലാക്കി പോകുന്നുണ്ടേ. നമ്മളിപ്പോ ഷിറിയ പാലം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ക്രാഷ് ബാരിയറിന്റെ ഡിവൈഡറിന്റെ ഒക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മൊത്തം കോൺക്രീറ്റിന്റെ മോളിലൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യേണ്ട പരിപാടിയിലാണ്. ഇത് നമ്മൾ ഒസങ്കടി ടൗണിൽ എത്തിയിട്ടുണ്ടേ. ഏത് സമയം നോക്കിയാലും ഇവിടെ ബസ് ഉണ്ടാവും. ഇതാ ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ 2 ബസ് വേറെ ഉണ്ട്. ഇത് ഇവിടുന്ന് വേറൊരു ബസ് വരുന്നു. ഇവിടെ ബസ് ഇല്ലാത്തൊരു സമയം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ നല്ല വെയിലാണെങ്കിൽ പോലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ ടാറിംഗ് വർക്ക് ഇതാ കുമ്പള പാലത്തിന്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഭാഷേട്ടൻ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിജുവാട്ടന്റെ വണ്ടി അത് അവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, വെയില് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതാ ലോഡ് തട്ടി കഴിയാറായി. കുമ്പളപ്പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആരിക്കാടി അണ്ടർപാസ് അതിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങിയ മിക്സാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോഡ് കഴിഞ്ഞു. അപ്പോഴേ നമ്മൾ ലോഡും തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതേ കുമ്പളപ്പാലത്തിൻ്റെ മുകളിലാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. കുമ്പളപ്പാലത്തിൻ്റെ മുകളിലുള്ള താറയും കഴിഞ്ഞു. ഇനി പാലത്തിൻ്റെ നേരെ അപ്പർ സൈഡിലായിട്ട് നമ്മൾ താർ ചെയ്യണം. ഇപ്പം സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെയിലിന് യാതൊരു വിധ കുറവുമില്ല. നല്ല കട്ടിയേറിയ വെയിൽ തന്നെയാണ്. ഇപ്പം നമ്മുടെ താറിങ് ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പള ഇതാ GSP ഒക്കെ മൊത്തം അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ WMന്റെ വർക്ക് ഇപ്പം നടന്നുകൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം WM ഒക്കെ വലിച്ചു. ദൂരെയായിട്ട് നമ്മുടെ ഗ്രേഡർ ഇതാ ലെവൽ ചെയ്ത് വരുന്നുണ്ടേ. ഇനിയിപ്പോൾ അടുത്ത താറിങ്ങിന്റെ പരിപാടി നമ്മുടെ ഉപ്പള ഫ്ലൈഓവറിന്റെ ഫ്ലൈഓവർ മുതൽ നമ്മുടെ മംഗൾപാടി ഹോസ്പിറ്റലിനും ഫ്രണ്ട് വരെയായിരിക്കും. ആ ഒരു താറിങ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് പരിപാടി തന്നെ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. സമയം ഇപ്പോൾ ഏതാണ്ട് 3:30 ആയിട്ടുണ്ട്. ഇതാ ഉപ്പളയൊക്കെ ഇപ്പോഴേ ബ്ലോക്ക് തുടങ്ങി.